പ്രേക്ഷകർ കാണുന്നത് ഏറ്റവും പുതിയ ദൃശ്യമാണ്. അപകടത്തിൽപ്പെട്ട കപ്പലിന്റെ തീപിടുത്തമുണ്ടായ കപ്പലിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്. തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും നേതൃത്വത്തിൽ കപ്പലുകൾ അങ്ങോട്ടേക്ക് എത്തി കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. വലിയ തീപിടുത്തമാണ് ഉണ്ടായത് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പർ ഡെക്കിലാണ് തീപിടുത്തം ഉണ്ടായത്. അത് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാനൊക്കെയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അത് എത്രത്തോളം ഫലവത്താകുമെന്നത് നിലവിൽ അറിയില്ല. കണ്ടെയ്നറുകൾ എല്ലാം ഇപ്പോൾ അത് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്. 600-ലേറെ കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. അതിൽ 20 എണ്ണം കടലിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ട് എന്നതാണ്. ദീപക് ധർമ്മടം വിവരങ്ങളുമായി. ദീപക്, ഇത് ഏറ്റവും പുതിയ ദൃശ്യങ്ങളല്ലേ? അതായത് തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്ന സൂചനയല്ലേ ഇത് നൽകുന്നത്? അനുജ, ഇതാണ് ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ. അതായത് ഈ ഓപ്പറേഷൻ്റെ ഏറ്റവും പുതിയ പകർത്തിയ ദൃശ്യങ്ങളാണ്. സേന തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ നമുക്ക് കാണാം അപ്പർ ഡെക്കിൽ നിന്നും കറുത്ത പുക ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഓപ്പറേഷൻ്റെ മറ്റ് ഷിപ്പുകളെ ഒഴിവാക്കിയാണ് സാധാരണഗതിയിൽ പ്രതിരോധ സേന ആദ്യ ദൃശ്യങ്ങൾ എടുക്കുക.